കേരളത്തിലിപ്പോൾ എവിടെ തിരിഞ്ഞാലും ഒരു ചർച്ചയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം അത് വീണ്ടും കൂട്ടുമോ? സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈയൊരു വലിയ ചോദ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, ഇതാണ് ആ ചോദ്യം. പെൻഷൻ പ്രായം 57 ആകുമോ? എന്തുകൊണ്ടാണ് ഈയൊരു ചോദ്യം ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതാകുന്നത്? വെറുതെയല്ല കേട്ടോ ഈ ചർച്ച ഇത്ര സജീവമാകുന്നത്. ഇതിനു പിന്നിൽ ചില വ്യക്തമായ കാരണങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതാരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കേട്ടുകേൾവി ഒന്നുമല്ല. സർക്കാർ വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന ഒരു വിഷയമാണിത്. അപ്പോ എന്താണ് ശരിക്കും അവിടെ നടക്കുന്നത്? ശരിയാണ്, വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെ മുന്നിലുണ്ട്. അത് വെറുതെ വെച്ചിരിക്കുകയല്ല, അതിനെപ്പറ്റി കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നുണ്ട്. നയരൂപീകരണ തലത്തില് വലിയ ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ പ്രായം കൂട്ടാൻ ഒരു ആലോചനയുണ്ടെന്ന് മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇതാണ്: എത്ര കൂട്ടും? ആ നിർദ്ദേശത്തിലെ കൃത്യമായ കണക്കുകളിലേക്കൊന്ന് നോക്കാമല്ലേ? ഇപ്പോ നമുക്കറിയാം, 56 വയസ്സിലാണ് സർക്കാർ ജീവനക്കാർ പെൻഷനാകുന്നത്, അല്ലേ? അപ്പോ ഈ പുതിയ നിർദ്ദേശം പറയുന്നത് അത് ഒരു വർഷം കൂടി കൂട്ടി 57 ആക്കണമെന്നാണ്. ഒരൊറ്റ വർഷം കേൾക്കുമ്പോൾ വളരെ നിസ്സാരായിട്ട് തോന്നാമല്ലേ? പക്ഷേ ഈ ഒരു വർഷത്തെ മാറ്റം മതി ആയിരക്കണക്കിന് ജീവനക്കാരുടെ ഭാവിയെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെയും തന്നെ മാറ്റിമറിക്കാൻ. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: എന്തിനാണ് പെട്ടെന്നിങ്ങനൊരു മാറ്റത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്? എന്താണിതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം? ഉത്തരം വളരെ ലളിതമാണ്, പക്ഷെ വളരെ ഗൗരവമുള്ളതുമാണ്. ഒറ്റ കാരണമേയുള്ളൂ: സംസ്ഥാനം ഇപ്പോൾ കടന്നുപോകുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. അതായത് സംസ്ഥാനത്തിന്റെ ഖജനാവ് വലിയ സമ്മർദ്ദത്തിലാണ്. അപ്പോ ഈ വിരമിക്കൽ ഒരു വർഷത്തേക്ക് നീട്ടിവെച്ചാൽ ആ ഒരു വർഷം കൊടുക്കേണ്ടിവരുന്ന ഭീമമായ പെൻഷൻ ആനുകൂല്യങ്ങൾ സർക്കാരിന് ലാഭിക്കാം. ഇതൊരു താൽക്കാലിക ആശ്വാസമാകുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്. ശരി, അപ്പോ കാരണം മനസ്സിലായി. ഇനി അറിയേണ്ടത് ഇതിലൊരു തീരുമാനം എപ്പോഴുണ്ടാകും എന്നാണല്ലേ? ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോ വരും? അതിനൊരു പ്രത്യേക ദിവസമുണ്ട്. ഈ ഡേറ്റ് ഒന്ന് കുറിച്ചുവെച്ചോളൂ: ജനുവരി 29. എന്താന്ന്? അതാണ് നമ്മുടെ സംസ്ഥാന ബജറ്റ് വരുന്ന ദിവസം. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമുണ്ടാകാൻ ഏറ്റവും സാധ്യത ആ ദിവസമാണ്. അതെ, എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ജനുവരി 29 ബജറ്റ് പ്രസംഗത്തിലേക്കാണ്. അപ്പോഴായിരിക്കും ഈ വിഷയത്തിൽ ഒരു വ്യക്തത കിട്ടുക. അപ്പോ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും: പെൻഷൻ പ്രായം 56-ൽ നിന്ന് 57 ആക്കാൻ ഒരാലോചനയുണ്ട്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അന്തിമ തീരുമാനം എന്താകും എന്നറിയാൻ നമ്മൾ ജനുവരി 29 വരെ കാത്തിരിക്കണം. പോകുന്നതിനു മുൻപൊരു ചോദ്യം. ശരിയാണ്, ഈ ഒരു വർഷത്തെ മാറ്റം സർക്കാരിനൊരു താൽക്കാലിക ആശ്വാസം കൊടുത്തേക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുമോ? ഇതൊരു ശാശ്വത പരിഹാരമാണോ? ഈ മാറ്റം യഥാർത്ഥത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുമോ? ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.